എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. ഗ്യാസിന് അമിത വില ഈടാക്കുകയാണ് എങ്കിൽ പരാതിപ്പെടാനുള്ള നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ, മറ്റു ആവശ്യങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ കാത്തിരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, LPG വിതരണത്തിൽ അധിക വില ഈടാക്കിയാൽ ഉപഭോക്താക്കൾക്ക് വിളിച്ച് അറിയിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. ദുരുപയോഗം, കരിഞ്ചന്ത എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാലും ഇതേ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണ്. ഓരോ ജില്ലക്കും പ്രത്യേക നമ്പറുകളും മെയിൽ ID-യും നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് സിലിണ്ടറുകൾ വിൽക്കുന്നത് കണ്ടാലോ, ബുക്ക് ചെയ്യാതെ അധിക തുക കൊടുത്ത് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തരാം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത സിലിണ്ടറിന് ഡെലിവറി ചാർജ് എന്ന പേരിലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധിക തുക മേടിക്കുകയാണ് എങ്കിലോ ഈ നമ്പറുകളിൽ പരാതിപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ ഗ്യാസ് സിലിണ്ടറിനും വരുന്ന തുക 921 രൂപയാണ് ശരാശരി വില. ഡെലിവറി ചാർജ് 5 കിലോമീറ്ററിന് പുറത്ത് 20 രൂപ മുതൽ മാക്സിമം 60 രൂപ വരെയാണ്. അത് 45 കിലോമീറ്റർ വരെ വരും. അതായത് മിക്ക ആളുകൾക്കും ഡെലിവറി ചാർജ് ആയി നൽകേണ്ടി വരുന്നത് 20-30 രൂപയാണ്. പക്ഷെ 100-150 ഈ സാഹചര്യത്തിൽ 250 രൂപ വരെ അധികമായി വാങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരാതി നമ്പറുകൾ ഓരോ ജില്ലയിലേതും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലെയും നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. തിരുവനന്തപുരത്തെ നമ്പർ 9188 52 73 15 ആണ്. അതുപോലെ തന്നെ dso.tvm20@gmail.com എന്ന മെയിൽ ID-യിലും പരാതി അറിയിക്കാവുന്നതാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലേതാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ മെയിൽ ID കൊല്ലം dso@gmail.com, നമ്പർ 9188 52 73 16. പത്തനംതിട്ട ജില്ലയിലെ പരാതി നൽകേണ്ട മെയിൽ ID dso.ptal@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 17. ആലപ്പുഴ dso.alappuzha@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 18. കോട്ടയം ജില്ലയിലേത് dso.ktm1@gmail.com എന്ന മെയിൽ ID-യിലാണ് പരാതി നൽകേണ്ടത്. നമ്പർ 9188 52 73 19. ഇടുക്കി ജില്ലയിലേത് dso.idukki@gmail.com, നമ്പർ 9188 52 73 20. എറണാകുളം dso.എറണാകുളം@gmail.com എന്ന മെയിൽ ID-യിൽ പരാതി നൽകാം. വിളിച്ച് പരാതി നൽകേണ്ട നമ്പർ 9188 52 73 21. തൃശ്ശൂർ ഇതേത് dso.tsr@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 22. പാലക്കാട് dso.pkd@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 23. മലപ്പുറം dso.mpm@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 24. കോഴിക്കോട് dso.കോഴിക്കോട്@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 25. വയനാട് dso.വയനാട്1@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 26. കണ്ണൂരിലേത് kannur.dso@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 27. കാസർഗോഡ് dso.ksd@gmail.com. 91 88 52 73 28. ഈ നമ്പറുകളിലോ അല്ലെങ്കിൽ ഈ മെയിൽ ID-യിലോ പരാതികൾ അറിയിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൈപ്പ് ലൈനിലൂടെ പ്രകൃതി വാതകം അഥവാ PNG വിതരണ സംവിധാനം ഉള്ള സ്ഥലങ്ങളിൽ ഗാർഹിക ഉപഭോക്താക്കൾ നിർബന്ധമായും അത്തരം കണക്ഷനുകൾ എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. വിസമ്മതിച്ചാൽ LPG സിലിണ്ടറുകൾ ലഭ്യമാക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ LPG പ്രതിസന്ധി രൂക്ഷമാകുന്നത് മുൻനിർത്തിയാണ് PNG വിതരണ ശൃംഖല വിപുലീകരിക്കാൻ നീക്കം. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് PNG-യുടെ നേട്ടം. ലഭ്യത ഉള്ളതിനാൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതുപോലെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നില്ല എന്ന സൗകര്യവും ഉണ്ട്. ലഭ്യമായിട്ടും PNG
എടുക്കാതിരുന്നാൽ അത്തരം വീടുകൾക്കുള്ള LPG വിതരണം 3 മാസം കഴിയുമ്പോൾ നിർത്തുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം മാർച്ച് 24 പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കാനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംസ്ഥാനത്ത് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. ഹോട്ടലുകൾ ഉൾപ്പെടെ അർദ്ധ മുൻഗണനാ മേഖലകൾക്ക് പാചക വിതരണം ആവശ്യകതയുടെ 40% ലഭ്യമാക്കും. ആശുപത്രി, അംഗനവാടി, സ്കൂൾ അടക്കം മുൻഗണനാ വിഭാഗത്തിന് ആവശ്യകതയുടെ 100% ലഭ്യമാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ പാചകവാതക സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗ് സമയപരിധിയിൽ മാറ്റം വരുത്തി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ പ്രകാരം വിവിധ കണക്ഷനുകൾക്ക് പുതിയ ബുക്കിംഗ് ഇടവേളകൾ നിശ്ചയിച്ചു എന്ന തരത്തിലാണ് വ്യാജ വാർത്തകൾ. എന്നാൽ നിലവിലുള്ള നിയമങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും മന്ത്രാലയം ബുധനാഴ്ച പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷനുകൾക്ക് 45 ദിവസമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ബുക്കിംഗ് സമയപരിധി. അത് അങ്ങനെ തന്നെ തുടരും. കൂടാതെ നോൺ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സിലിണ്ടറുകളുടെ കണക്ഷനുകൾക്ക് 25 ദിവസവും നോൺ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഡബിൾ സിലിണ്ടർ ഉള്ളവർക്ക് 35 ദിവസവും ആണ് നിലവിൽ ഉള്ളത്. അത് അതേപടി തുടരുകയും ചെയ്യും എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.